子刘，名字 My name is 郭靖。郭靖。Nice to meet you。我喜欢中国啊。我也很喜欢你们那边。啊，谢谢。Kerala juice。Kochini。Kochini and I have the same blood, you know. I know. ഫ്രണ്ട്സ് ചിക്കൻ ഒമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹനോയ് എന്ന് പറയുന്ന വിയറ്റ്നാമിലെ ഒരു നഗരത്തിലാണ്. അവിടെ എൻ്റെ ഹോസ്റ്റിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. 4-5 നില ഉണ്ട് കേട്ടോ. ഇങ്ങനെ കയറി വേണം ഇറങ്ങാനായിട്ട്. ഞാൻ ഈ റൂമിലാണ്. ഞാൻ ഇവരുടെ ഒന്ന് പ്രാർത്ഥനാ ഹാളൊന്ന് കാണിച്ചു തരാം. പറയുന്നതിന് ഞാൻ രാവിലെ ഒന്ന് കുറച്ച് ഹനോയ് നഗര കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതാണ് കേട്ടോ ഇവരുടെ പ്രാർത്ഥനാ സ്ഥലമാണ്. ഇവരുടെ ബുദ്ധ പ്രാർത്ഥനാ റൂമാണ് കേട്ടോ. ഒരു ബുദ്ധ മതത്തെ എന്താ പറയുക ആരാധിക്കുന്ന ഒരു ഫാമിലിയാണ് കേട്ടോ. അവരുടെ വീട്ടിലാണ് ഞാൻ ആക്ച്വലി സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ എത്തി എന്നൊക്കെ അറിയായിരുന്നു. ഞാൻ പുതിയ തൊപ്പി ആക്ച്വലി ഇത് ഞാൻ വാങ്ങാൻ വേണ്ടി ഇരുന്നതാണ്. പിന്നെ പൈസ നോക്കിയപ്പോൾ കണ്ണ് തള്ളി, ഞാൻ വാങ്ങിച്ചില്ല. കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ എമ്മിക്കുട്ടിയില്ലേ, ചൈനക്കാരി എമ്മിക്കുട്ടി എന്നെ മാറ്റി നിർത്തിയിട്ട് എവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വന്നിട്ട് എൻ്റെ ബാഗിൽ ആ തൊപ്പി കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചു. എനിക്ക് വേണ്ടി എമ്മിക്കുട്ടി ഇത് വാങ്ങിച്ചു കേട്ടോ. വാങ്ങിച്ചിട്ട് ഇത് വന്ന് ഒളിപ്പിച്ചിട്ടിട്ട് ഞാൻ കാണുന്നത് വൈകിട്ടാണ് കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ എമ്മിയുടെ ഗിഫ്റ്റാണ് ഈ കാണുന്ന തൊപ്പി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനാ ഹലോ. തന്നെ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഇടാം. ജപ്പാനിലൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന പോലെ ഇതുപോലെ ഇടാം കേട്ടോ. അതാണ് നോർത്ത് ഫേസ് ആണ് കേട്ടോ ഈ ബ്രാൻഡ്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ബസ്സിൽ പോയിട്ട് സിറ്റിയിലോട്ട് പോകാനായിട്ടുള്ള ഒരു പ്ലാനാണ്. ഒന്ന് വെള്ളം നിറച്ചിട്ട് വെള്ളമൊക്കെ എടുക്കാം. ഞാൻ പൂട്ടൊക്കെ ഇട്ടു. ക്യാമറയുടെ നിരക്ക് എന്തോ ഉണ്ടല്ലോ. ഞാനങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഹരിതാഭകരം, നല്ല രസമുള്ള ഇടവഴികൾ. പക്ഷേ പ്രശ്നം എന്ന് പറയുമ്പോൾ ചൂട് കേട്ടോ. നമ്മുടെ നാട്ടിലെ അതേ ക്ലൈമറ്റാണ് നമ്മുടെ വിയറ്റ്നാമിനുള്ളത്. ചൂടും ഭയങ്കര ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ ഒരു പരിധിയില്ലാത്ത ചൂടും വിയർപ്പും ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് കേട്ടോ. എസ്പെഷ്യലി ഹനോയ്, ബാക്കി ഭാഗങ്ങളിലെ കാര്യങ്ങൾ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാൻ ഹനോയ് മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ ഇന്ന് നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോയി ബസ് പിടിച്ചിട്ട് വേണം എനിക്ക് സിറ്റിയിലോട്ട് പോകും. എന്തോ ഭാഗ്യം കേട്ടോ, കറക്റ്റ് ടൈം ബസ് കിട്ടി. താങ്ക് യു. പെട്ടുപോയാനാട്ടോ ഈ ബസ് കിട്ടിയില്ലെങ്കിൽ കുറേ നടക്കേണ്ടി വന്നേനാ. നമ്മുടെ ഹനോയെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ റെഡ് റിവറിൻ്റെ നടുക്കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിന് റെഡ് റിവറിന് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെയുള്ള സിൽട്ടും അതിൻ്റെ കുറച്ച് എന്താ പറയുക പ്രത്യേകമായിട്ട് ഈ മണ്ണിലുള്ള കുറച്ച് ദ്രവങ്ങൾ കാരണം ഈ ഒരു റിവറിന് ചുമപ്പ് കളറാണ് കേട്ടോ. ചില സമയത്ത് ചുവപ്പ് അല്ലെങ്കിൽ മഡി കളറായിരിക്കും. അതുകൊണ്ടാണ് റെഡ് റിവർ എന്ന് പറയുന്നത്. ഞാൻ ബസ് ഇറങ്ങിയിട്ട് നല്ല വിശപ്പ് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ എന്തൊക്കെയുണ്ടാകുന്നോ തണുപ്പ്. ഇത് പന്നിയാണെന്ന് തോന്നുന്നു കേട്ടോ. പന്നി ഇറച്ചി, നൂഡിൽസ് എന്തൊക്കെയുണ്ട്. എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാം. What do you have to eat? What do you have to eat? Yeah. This okay. This. But 1 minute. Your phone? English. Độ nhưng mà người ta có tiếng Anh như mình cả. Tôi tiếng Anh bán. Okay. Yeah. ഞാനങ്ങനെ ഏതോ ഒരു കണ്ട നൂഡിൽസ് അവരുടെ അടുത്ത് പറഞ്ഞു. ഇതെല്ലാം കണ്ട് ചില്ലിയാണ് കേട്ടോ. ഇവരും ധാരാളം ചില്ലി കഴിക്കുന്നു. ഇതെന്താ നാരങ്ങയാണ്. ഇത് അച്ചാർ ഗാർലിക്കും എന്തോ ആണ് കേട്ടോ. എൻ്റെ ഫുഡ് അവിടെ റെഡിയാവുന്നുണ്ട്. കഴിച്ചിട്ട് ഇനി നടക്കാമെന്ന് വിചാരിച്ചു. ഒരു 10-30 എൻ്റെ ഫുഡ് ഓൾറെഡി വന്നു കേട്ടോ. ഇവിടെ എല്ലാം നൂഡിൽസ് സംഭവമായിട്ടുള്ള ടൈപ്പ് ആയതുകൊണ്ട് എല്ലാം ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതെന്താ എന്തോ പോർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോർക്കിൻ്റെ ബ്ലഡ് എന്തോ കൊണ്ടുവന്നിട്ടൊക്കെയാണ് കേട്ടോ. അതാ
അവർക്ക് പോർക്കില്ലാതെ തരാൻ പറ്റൂലെന്ന്. അപ്പോൾ ഞാൻ അവസാനം അവിടെ നിന്ന് ഇറങ്ങി ഇനി ഇവിടെ നിന്നെങ്കിലും വേറെ എന്തെങ്കിലും കട കണ്ടുപിടിക്കണം. രാവിലെ തന്നെ തിരക്കുണ്ട് കേട്ടോ. ഇവിടെ നൈറ്റ് ലൈഫാണ് കേട്ടോ കൂടുതൽ. നൈറ്റിലാണ് കൂടുതൽ അടിപൊളിയായിട്ട് നമുക്ക് കാഴ്ചകളും എല്ലാം കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഹാനോയ്ക്ക് ഒരു ഓൾഡ് സിറ്റി ഉണ്ട് കേട്ടോ, ഓൾഡ് ടൗണ്. ആ ഓൾഡ് ടൗണിലോട്ടാണ് ഇപ്പോഴുള്ള പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ എല്ലാം തന്നെ. അതിൻ്റെ ഒരു ഗേറ്റാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ. ഓൾഡ് ടൗണിൻ്റെ ഗേറ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ അകത്തോട് കയറിയാൽ പിന്നെ നമ്മുടെ ഓൾഡ് ഗേറ്റിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഞാൻ പഴം വാങ്ങാൻ വേണ്ടി വന്നതാണ്. പഴുത്ത പഴം 5000-ന് ആകെ ഇതാണോ കിട്ടിയത്? ഞാൻ വിശന്ന് വലഞ്ഞ് അടുത്ത സ്ഥലത്ത് വന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുവാണ്. ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവിടെ ഇംഗ്ലീഷ് സാധനമുണ്ട് കേട്ടോ. അങ്ങനെ ആൾക്കാർ നോക്കി കഴിക്കുന്നതൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഏത് വേണമെന്ന്. ഇവിടെ ഇന്ന് സുഖമായിട്ട് ഇങ്ങനെ അതാണ്ട് പുറം കാഴ്ചകളും കണ്ട് ആക്കാം. ഇവിടെ പിന്നെ സ്പാ ഉണ്ട് കേട്ടോ. സ്പാ നമ്മുടെ ബോഡി ഫുഡ് മസാജ്, ഫേസ് മസാജ്, വാക്സിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഇതിലൂടെ നടന്നു പോയപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വിയറ്റ്നാം അത്ര ചീപ്പല്ല എനിക്ക് തോന്നുന്നു. ഏറ്റവും ചീപ്പ് സംഭവങ്ങളെന്ന് പറയുമ്പോൾ കൂടുതലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് തായ്ലൻഡിലാണ് കേട്ടോ. മാത്രമല്ല നല്ല മസാജ് കിട്ടും തായ്ലൻഡിൽ. പിന്നെ ഹാപ്പി എൻഡിങ് ആ സംഭവ പരിപാടികളുണ്ട്. പക്ഷെ അല്ലാത്തതൊന്നും നല്ല തായ് മസാജ് തായ്ലൻഡിൽ ഇപ്പോൾ തന്നെ പോയി ചെയ്യണം കേട്ടോ. ബാക്കി എല്ലായിടത്തും ഭയങ്കര എക്സ്പെൻസീവാണ്. ഫുഡ് ഇപ്പോൾ റെഡിയാകും കേട്ടോ. കഴിച്ചിട്ട് ബാക്കി നടക്കും. നമ്മുടെ വീഗനാണ് കേട്ടോ. വീഗൻ നൂഡിൽസാണ് ഈ കാണുന്നത്. ഞാൻ കഴിച്ചോട്ടെ. നല്ല വിശപ്പുണ്ട് കേട്ടോ. രാവിലെ ഒന്നും ആക്ച്വലി കഴിച്ചിട്ടില്ല. ഇപ്പോഴാണോ ഞാൻ കഴിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ചൂട്. കുഴപ്പമില്ല കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച അത്ര ടേസ്റ്റ് ഇല്ല. എന്നാലും കുഴപ്പമില്ല. ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, കണ്ടിട്ട് ഇവിടുത്തെ നമ്മുടെ കമ്മ്യൂണിസ്റ്റിൻ്റെ പാർട്ടി ഓഫീസാണെന്നാണ് കേട്ടോ തോന്നുന്നത്. നമ്മുടെ നാട്ടിലെ CPM-ൻ്റെ കമ്മ്യൂണിസ്റ്റ് ചിഹ്നമൊക്കെയാണ്. അരിവാൾ ചുറ്റുക അതിൻ്റെ ചിഹ്നമൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ മാപ്പിലൊന്നും ഇത് കൊടുത്തിട്ടില്ല. എനിക്കൊന്ന് പുതിയ ബിൽഡിംഗ് എന്തോ ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ. അതായത് ഇവിടുത്തെ ഒരു കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്സിസവും ലെനിനിസവും ഒക്കെ ചേർന്നിട്ടുള്ളൊരു കമ്മ്യൂണിസമാണ് കേട്ടോ ഇവിടെ വന്നത്. ഇവിടെ ആക്ച്വലി ആദ്യം ഭരിച്ചിരുന്നതെന്ന് പറയുമ്പോൾ പണ്ട് ഫസ്റ്റത്തെ ആളുകളെന്ന് പറയുമ്പോൾ ഭരിച്ചിരുന്നതെന്ന് പറയുമ്പോൾ ആരായിരുന്നു? ഇവിടുത്തെ പണ്ടത്തെ ഡൈനാസ്റ്റികൾ സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഡൈനാസ്റ്റികൾ കഴിഞ്ഞിട്ട് ഫ്രഞ്ചുകാർ വന്നു. 1950 കാലഘട്ടത്തിൽ ഫ്രഞ്ചുകാർ വന്ന് അവരെ കുടിയേറി കോളനിയാക്കി മാറ്റി. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ചിന് ജപ്പാന് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻകാർ വന്നു. ജപ്പാൻ പിടിച്ചടക്കി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഫ്രഞ്ചുകാർ വന്നിട്ട് ജപ്പാൻ 2ാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ പൊട്ടി പാളീസായപ്പം ജപ്പാൻ ഇവിടെ നിന്ന് പോയി. പിന്നെ ഇവിടെ ഉള്ള ആളുകൾക്ക് കുറച്ച് എന്താ പറയുക സ്വാതന്ത്ര്യം കിട്ടിയതാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വീണ്ടും നമ്മുടെ ഫ്രഞ്ചുകാർ വന്നപ്പോൾ വീണ്ടും ജപ്പാൻ എന്തോ സപ്പോർട്ടൊക്കെ കുറച്ച് കൊടുത്തു കേട്ടോ. അവരെ സ്റ്റേ ചെയ്യാനായിട്ട് ആദ്യം ജപ്പാൻ ഓട്ടിച്ചതാണ്. പിന്നീട് അവരെ എന്തോ സപ്പോർട്ടൊക്കെ കൊടുത്തു. അതിനുശേഷമാണ് ഈ ഒരു റെയിൽവേ ഒക്കെ പണിയുന്നത്. അതായത് 20ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഇവിടുത്തെ റെയിൽവേ ലൈന് പണിയുന്നത്. അത് ഫ്രഞ്ച് കോളനൈസേഷൻ്റെ ഭാഗമായിട്ട് ഫ്രഞ്ച് പണിത് വെച്ചിട്ടുള്ള ഒരു ട്രെയിനാണ് കേട്ടോ. അതായത് ഹോച്ചിമിന്നിൽ നിന്ന് നമ്മുടെ ഹനോയ് വരെ പോകുന്ന ഒരു ട്രെയിൻ ലൈനാണ്. പണ്ടത്തെ ആ ട്രെയിൻ ലൈനിലോട്ടാണ് ഞാൻ പോകുന്നത്. അത് ഇടങ്ങിയ വീടുകളുടെ ഇടയിൽ കൂടെയൊക്കെ പോകുന്നതുകൊണ്ട് അത് പിന്നീട് 2010 കാലഘട്ടങ്ങളിൽ അത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടായിട്ട് മാറി. അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പിന്നീട് വേറൊരു സംഭവം, പിന്നീട് നമ്മളെ കമ്മ്യൂണിസം സംഭവമൊക്കെ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയി കമ്മ്യൂണിസം സംഭവമൊക്കെ വന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ നോർത്ത് വിയറ്റ്നാം കമ്മ്യൂണിസത്തിൻ്റെ അണ്ടറിലും പിന്നെ സൗത്ത് വിയറ്റ്നാം US ബാക്ക് ചെയ്ത എന്താ പറയുക നോട്ട് കമ്മ്യൂണിസമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ US ആയിരുന്നു അവരെ ബാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ US എന്ന് പറയുന്ന രാജ്യം ഈ ഒരു എന്താ പറയുക വിയറ്റ്നാമിനെയൊക്കെ ബോംബൊക്കെ ഇട്ട് തകർത്ത് തരിപ്പണമാക്കി കേട്ടോ ഈ ഒരു ഇത് പിടിക്കാൻ വേണ്ടി. പിന്നീട് ലാസ്റ്റ് ഇവരെ തന്നെ പിടിച്ചെടുത്തു. പിന്നീട് അവർക്ക് ഇൻഡിപെൻഡൻസ് നേടി. അങ്ങനെയാണ് ഈ ഒരു രാജ്യം പിന്നീട് ഉണ്ടായത്. 1900
1945 കേട്ടോ ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ലാസ്റ്റ് US ആണ് കൂടുതൽ വന്ന് നശിപ്പിച്ച് വിയറ്റ്നാമുകാരെ എന്താ പറയുക ഇല്ലാതാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഒരു ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങളാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചില ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങളിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് കയറാനായിട്ട്. ഇവിടെ മരങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ രക്ഷപ്പെട്ടു പോകുന്നതാ. വിയർപ്പ് കണ്ടില്ലേ, എൻ്റെ വിയർപ്പ് കണ്ടില്ലേ, ഫുള്ള് ചൂടെടുത്ത അവിയാണ്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാം കേട്ടോ നമ്മൾ ഈ ബുദ്ധിസ്റ്റ് ക്ഷേത്രത്തിൻ്റെ അകത്ത്. ഓ നമ്മുടെ ട്രെയിൻ സ്ട്രീറ്റ് കറക്റ്റ് ഇറ്റ്സ് ഓക്കെ കറക്റ്റ് ടൈമിനാട്ടോ. എന്തോ ഇത്ര ദേഷ്യപ്പെടുന്നേ. ഇതാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ സ്ട്രീറ്റ്. Trên come in. Let go. ട്രെയിൻ കമ്മിങ് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഓട്ടിക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ സ്ട്രീറ്റ്, വളരെ പ്രസിദ്ധമായിട്ടുള്ള. ഇവിടെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി തന്നെ നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമാകും. നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ, വളരെ പ്രസിദ്ധമായിട്ടുള്ള ട്രെയിൻ. ആൾക്കാരൊക്കെ ട്രെയിൻ അങ്ങനെ പോയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ, അതാണ്ട് ട്രെയിൻ ഫുള്ളായിട്ട് പോയി. ഞാൻ കറക്റ്റ് സമയത്ത് കേട്ടോ ട്രെയിൻ കാണാൻ വേണ്ടി വന്നത്. ഇനി ട്രെയിൻ എല്ലാം പോയിട്ട് ഇത് പണ്ടൊക്കെ നോർമലായിട്ടുള്ള എന്താ പറയുക ആളുകൾ താമസിക്കുന്ന ഒരു ഇടം വരുന്നത് കേട്ടോ. പിന്നീട് 2010 ശേഷമാണ് ഇത് ആക്ച്വലി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറിയിട്ട് ഇപ്പോൾ ഫുള്ള് ടൂറിസ്റ്റുകൾ വന്ന് എന്താ പറയുക ഇവിടെ താണ്ടെ കണ്ടില്ലേ, ട്രെയിൻ മാറിയ ഉടനെ പുള്ളിക്ക് അവരെല്ലാവരും താണ്ടെ കോഫി ഷോപ്സിൻ്റെ ടേബിളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. പണ്ട് ഇതിലേക്കൂടെ സ്കൂട്ടറും ഇത് മാത്രമായിട്ട് പോകുന്ന വഴിയായിരുന്നു കേട്ടോ. ട്രെയിനിൽ നിന്ന് വീണ വെള്ളമാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ഫുള്ള് ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ ചായ കുടിക്കാനും അതാണ്ട് ജ്യൂസ് കുടിക്കാനൊക്കെ ഇരിക്കുന്നു കണ്ടില്ലേ. കറക്റ്റ് 11:30 ആയപ്പോൾ ട്രെയിൻ വന്നു കേട്ടോ. 11:35 ആയപ്പോൾ ട്രെയിൻ വന്നു. എന്നിട്ട് ഉടനെ തന്നെ പോവുകയും ചെയ്തു കേട്ടോ. ഇത് കൂടുതൽ അടിപൊളിയാവുന്നത് കളർഫുള്ളാവുന്നത് ഈവനിങ് സമയത്താണ് കേട്ടോ. ഇവിടെ ട്രെയിനിൻ്റെ ടൈം അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പോയത് 11:30 ഇങ്ങോട്ട് വരുന്ന ഹനോയിലോട്ട് വരുന്ന ട്രെയിനാണ്. പിന്നെ രാവിലെ 8:55, 10:10, പിന്നെ ഇനിയുള്ളത് 4 മണിക്കാണ് കേട്ടോ. 4:10, 7 മണിക്ക്, പിന്നെ രാത്രി 8:05 ട്രെയിനാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഈ ഒറ്റ സ്ട്രീറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടം തൊട്ട് അങ്ങറ്റം വരെ ഉണ്ടായിരുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത്രയും ടൂറിസ്റ്റിക് ഏരിയ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കി പിന്നെ ട്രെയിൻ പോകുന്നത് നോർമലായിട്ടുള്ള നമ്മുടെ റോഡിൻ്റെ ഭാഗത്തിലൂടെയാണ് കേട്ടോ. ബാക്കി കണ്ടോ ഇനി അങ്ങോട്ടുള്ളത് നോർമൽ നമ്മുടെ റോഡ് സൈഡിലൂടെയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഹനോയിലെ നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ ഹനോയ്. ഇവിടെ താണ്ട് ഒരു വിയറ്റ്നാമീസ് ഫ്ലാഗും ഇവരുടെ കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ഫ്ലാഗുമാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു കുഞ്ഞ് ഇതാണ്. ഇവിടുന്ന് ഞാൻ ട്രെയിനിൽ പോകാൻ വേണ്ടി നോക്കിയതാണ്. ഇന്ന് നദാങ് എന്ന് പറയുന്ന സദേൺ ഭാഗത്തോട്ട് ഞാൻ പോകുന്നുണ്ട്. പക്ഷേ ട്രെയിൻ നോക്കിയതാണ്, നല്ല എക്സ്പെൻസീവ് ആട്ടോ ട്രെയിന്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബസ്സിൽ പോകാൻ വേണ്ടി നോക്കിയത്. ബസ്സിലും 1500 രൂപ ആവും. അവിടെയാണ് നമ്മുടെ ടിക്കറ്റ് ഓഫീസ് നമ്മളൊക്കെ വരുന്നത്. ഞാനൊരു കടയിൽ വന്നിട്ട് ഒരു ഫ്ലാഗ് 2 വാങ്ങാൻ വേണ്ടി വന്നതാണ്. ബ്രൂണോയുടെയും വിയറ്റ്നാമിൻ്റെയും ഫ്ലാഗ്. കെമോൺ ഒരു പൈസ കുറച്ച് തന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു പാവം കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഫുള്ള് ഫ്ലാഗൊക്കെ ആണല്ലോ ഓരോ രാജ്യത്തിൻ്റെ, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ തന്നെ അമേരിക്കയുടെ ഫ്ലാഗ്, ഇവരുടെ രാജ്യത്തിനെ തുടച്ച് ഇല്ലാതാക്കിയ ഒരു വലിയൊരു ജനസയുടെ രാജ്യത്തിൻ്റെ ഫ്ലാഗൊക്കെ ലവിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അമേരിക്ക എന്ന് പറയുമ്പോൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പോയാൽ പോലും അല്ലെങ്കിൽ ഇറാഖ് പോയാൽ പോലും അമേരിക്ക നശിപ്പിച്ച സ്ഥലങ്ങൾ കാണണം കേട്ടോ അവിടുത്തെ ആളുകൾ. പക്ഷെ എന്നിരുന്നാലും അവർക്ക് അമേരിക്കൻ ഫാനാണ്. സ്പെഷ്യലി ഇറാഖികളൊക്കെ അമേരിക്കൻ ഫാനാണ് കേട്ടോ. അഫ്ഗാനിസ്ഥാനിൽ പല ആളുകൾക്കും ഇഷ്ടമല്ല. ഞാൻ ബസ്സിൽ കയറി, ബസ്സിൽ നിന്ന് ഇറങ്ങി, ഫുള്ള് മഴയാണ് കേട്ടോ. ഞാനൊരു ടാക്സിയിലൊക്കെ ലിഫ്റ്റ് അടിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഫുള്ള് മഴ. ഞാനൊരു കവർ വാങ്ങിച്ചു. ഇനി കവറിൻ്റെ അകത്ത് എൻ്റെ ബാഗെല്ലാം ഇട്ടിട്ട് ഞാൻ ഓടുവാണ്. കാരണം ഇനിയിപ്പം ഓടിയില്ലെങ്കിൽ വഴിയില്ല കേട്ടോ. എനിക്ക് വീട്ടിലെത്തണം, ചാർജ് വെക്കണം, വൈകിട്ട് ബസ് കയറാൻ പോയാണ്. യെസ്
Oh, you make YouTube? Yeah, I make YouTube, yeah. What's your YouTube, bro? Hitchhiking Nomad. You want me to type for you? പുള്ളിക്കാരൻ എൻ്റെ യൂട്യൂബ് ചാനൽ വയ്ക്കുകയാണ് കേട്ടോ. HITCHHI എൻ്റെ പേര് വരുന്നില്ലേ? Hitchhiking. Yeah, this one. Yeah. Damn. This one, yeah. Damn, nearly a million. Yes. Hey, bro, that's cool. Very famous. Yeah, that's cool. Thank you so much. Yeah. Oh, you're making coffee. Nice coffee making. Make coffee. ഫുള്ള് നല്ല മഴയാണ്, കാരണം ഇനി ലേറ്റ് ആവാനും പറ്റില്ല. ഫൈനലി ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓടാൻ. ഓക്കെ ബ്രോ, സീ യു, ബൈ, താങ്ക് യു. ഓ നല്ല മഴ കേട്ടോ. എൻ്റെ താണ്ട് ഇതെല്ലാം സാധനം എല്ലാം ഓടുവാണ്. എൻ്റെ അമ്മോ, അടിപൊളി ചേട്ടോ. അയ്യോ, ഞാൻ കഴുകിയിട്ട ഡ്രസ്സാണ് കേട്ടോ ഇന്നലെ രാത്രി. എല്ലാം നനഞ്ഞു, വെള്ളമായി പോയി കേട്ടോ. വാ, അടിപൊളി കേട്ടോ മഴ. കുറേ നാൾക്ക് ശേഷം കേട്ടോ ഒരു മഴ ഉണ്ടത്. ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ റൈസ് പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ. കുറച്ച് ചിക്കൻ കറിയാണ് ഞാൻ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അത് കഴിച്ചിട്ട് വേണം എനിക്ക് പാക്ക് ചെയ്ത് ഞാൻ ബസ് കയറാൻ വേണ്ടി പോകാനായിട്ട്. നല്ല വിശപ്പുണ്ട് കേട്ടോ. മാത്രമല്ല ഫ്രിഡ്ജിൽ എനിക്ക് വേണ്ടി കുറച്ച് ലിച്ചിയും സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇവിടുത്തെ നമ്മുടെ ബ്രോൻ്റെ അമ്മ, ബ്രോനെ നിങ്ങൾ കാണിച്ചെന്നില്ല, ബ്രോ കുറച്ച് മുന്നേ വന്നു. അതായത് എൻ്റെ ഹോസ്റ്റ് പുള്ളിക്കാരി എനിക്ക് വേണ്ടി നല്ല കുറച്ച് ലിച്ചി, ഇതെന്താ കുറച്ച് ക്രഞ്ചി കോക്കനട്ട് ക്രാക്കർ, ഇതെന്താ സംഭവം, ഇതൊക്കെ എനിക്ക് വേണ്ടി ബസ്സിൽ കൊണ്ടുപോകുമ്പോൾ കഴിക്കാൻ വേണ്ടി പാവം കേട്ടോ എനിക്ക് തന്നിട്ടിരിക്കണതാണ്. അതാണ്ടേ അയ്യോ, ഭയങ്കര പുളിയുള്ള പ്ലം കേട്ടോ. ഇവിടെ എല്ലായിടത്തും റൈസ് കുക്കർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇവിടെയുള്ള കിച്ചണുകളിൽ. എന്താണ്ടില്ലേ, കാരണം റൈസ് ഇവരിങ്ങനെയാണ്. മേഘാലയയിൽ പോയാലും റൈസ് ഉണ്ടാക്കുന്നത് ഇതുപോലെ റൈസ് കിച്ചണിലാണ്, നോർത്ത് ഈസ്റ്റിൽ എല്ലായിടത്തും. അങ്ങനെ ഞാൻ അവസാനം ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് ഇറങ്ങുവാണ്. ബസ്സുണ്ട് കേട്ടോ. ഞാൻ 2 സാധനം കൂടെ വെച്ച് കൊണ്ടുപോകാൻ ഭയങ്കര പാട് കേട്ടോ. 2 സാധനം എന്ന് പറയുമ്പോൾ ഈ സാധനം കൂടെ ഇല്ലേ, ഈ സാധനം നമ്മുടെ എമ്മി എനിക്ക് വാങ്ങിച്ചു തന്ന ബാഗില്ലേ, അതുകൂടെ കൊണ്ടുപോകാനാണ് കേട്ടോ പാട്. നല്ല ബാഗ് കേട്ടോ, നല്ല രസമുള്ള ബാഗ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എമ്മിയുടെ ഗിഫ്റ്റ്. ഇനിയിപ്പോൾ ഞാൻ ഈ കാണുന്ന റൂമിലാണ് ഞാൻ സ്റ്റേ ചെയ്തത്. ബെഡ്ഷീറ്റൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാനൊക്കെ അണച്ചിട്ട് ഇനി ഇറങ്ങാം. ഓക്കേ, തണയുന്നില്ലേ. Alright bro. Alright. Thank you so much. See you some other time, okay? Okay. Safe trip. Yeah, thank you. Bye. Yeah. അങ്ങനെ അവൻ നമ്മുടെ ആൻറ്റിയുടെ മകൻ എന്നെ ഇവിടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി. ബസ്സിന് ഇനി എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്നോ.
ബസ് ചിലപ്പോൾ 20 മിനിറ്റ് ഒക്കെ എടുക്കും കേട്ടോ. ഇപ്പം ബസ് പോയിട്ടേ ഉള്ളെങ്കിൽ 20 മിനിറ്റ് ഒക്കെ എടുക്കും അടുത്ത ബസ് വരാനായിട്ട്. ഞാൻ ആദ്യം ഒരു ബസ്സൊക്കെ മാറിപ്പോയി കയറി വീട്ടിൽ രണ്ടാമത് ബസ് എടുത്തു. ഞാൻ നമ്മുടെ ബസ്സുകളൊക്കെ നിർത്തിയിട്ടേക്കുന്ന ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് എനിക്ക് പോകേണ്ടത്. ബസ് എടുത്ത് പോകേണ്ടത് കേട്ടോ. ഞാൻ മുന്നോട്ടാണെന്ന് തോന്നുന്നു എൻ്റെ ബസ്. ഞാൻ ഇന്നലെ ഒരു ട്രാവൽ ഏജൻസി പോയി ബുക്ക് ചെയ്തതാണ്. അതായത് ഇവിടെ തന്നെ ഹനോയിൽ തന്നെ ധാരാളം ബസ്സുകൾ ഇങ്ങനെ ട്രാവൽ ഏജൻസി ടൂർ അതിൻ്റെ ഓഫീസുകളുണ്ട്. അവിടെ പോയി ഇത് ബുക്ക് ചെയ്തത്. അത് ഞാൻ 2-3 സ്ഥലത്ത് പോയിട്ട് ഏറ്റവും കുറഞ്ഞത് പോയി ബുക്ക് ചെയ്തു. എന്നാലും ചിലപ്പം ഒന്നുകൂടെ നോക്കിയിരുന്നെങ്കിൽ 10-100 രൂപയൊക്കെ കുറയുന്നത് വീണ്ടും കിട്ടിയേനെ. ഞാൻ പിന്നെ ഇരുന്നില്ല കേട്ടോ. ഇതിന് 1500 രൂപ ആയി. കുറേ ബസ്സുകൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അങ്ങോട്ട് വരിയായിട്ട് ബസ് കിടക്കുക. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ക്യൂൺ കഫേ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബസ്സാണ് ഞാൻ പോകുന്നത്. സ്ലീപ്പർ ബസ്. ഇവിടെ ആരും ഇല്ലേ? ധന ഓഫീസിൽ പോകണല്ലോ. Yeah. We're in India. You have to guess where in India. Because a lot of Israelis travel to India. So you should know like where in India, yeah. North or south? South, yeah. There are more coconut. Oh, Have you been to India? no. Not yet. We want to. Okay, I will. Have you? Huh? പുട്ടുക്കുറ്റിയാണോ? ഓ മറ്റേ it looks like a missile thing, rocket launcher. Thuốc Lào, Khoc Lao, Việt Nam, Khoc Lao. Rocket launcher. You guys want to say hi? ഞാനിവിടെ 3 ഇസ്രായേലി പെൺകുട്ടികളെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഹായ്, ഷബാത് ഷാലോം. ഷാലോം ഷാലോം. Sorry, today is not Shabbat Shalom. Oh, already it's over. Shabbat Tov. Wow. Good week. So you follow your kosher and stuff? Yeah. Wow. Yeah. I can show, right? Oh, sure. ഈ കാണുന്നതാണ് ഇവരുടെ കൊഷർ. അതായത് ഇത് 3 റിലീജിയസ് പെൺകുട്ടികളാണ്. റിലീജിയസ് എന്ന് പറയുമ്പോൾ ഭയങ്കര യഥാർത്ഥ റിലീജിയസ് അല്ല. യഥാർത്ഥ റിലീജിയസ് ആണെങ്കിൽ അവർ ഇതുപോലെ നിക്കറൊന്നും ഇട്ട് കിടക്കൂല. In Hebrew, we found Oh. in the supermarket. It was so exciting. We love Israel. ഓ ഇവര് കുറേ ഷബാത്തിന് വേണ്ടി ഇതിനു വേണ്ടി കൊഷറിന് കഴിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണമാണ് കേട്ടോ ഫുള്ള് പാക്ക് ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഐ തിങ്ക് യു കനോട്ട് മിക്സ് milk and milk, Yeah. milk and meat and a lot of things. We can't Yes. eat seafood. You cannot eat seafood. Only Yeah. fish. Only on Shabbat day? No seafood, only fish. Ah. And no pork or. Yeah, no pork. I think I find it like, many similarities between Islam and this thing, Yes, it's very similar to halal, but a little A bit different, yeah. Yeah. A lot of things, yeah. And I know, I forgot. എനിക്കൊരു സംഭവം അറിയായിരുന്നു കേട്ടോ. ഇസ്രായേലുകാരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു വാക്കുണ്ട്, ഷൈ ഇസ്രായേൽ. I forgot to say something, I think you will like that, especially when you are like very proud of Israel. Israel, hey. I know this will make you guys happy, Yes, thank you. Yeah. Amen. What's your name? Talia. Talia. What's your name? Shir. Sorry? Shir. Shil? Shirel. Shirael. Are you guys friends or Yes. siblings? Okay. No, friends. Where are you guys staying in Israel? Next to Tel Aviv. Next to Tel Aviv. Yeah. What about you? We live in the same place. Okay. I live closer to Haifa. Close to Haifa. I was in Haifa too. It's so beautiful. Yeah. The beach. In Israel, how many days so far here? Here? Yeah, Vietnam. Almost a month. So are you guys going to travel some other countries soon? Yes. When are you coming to Kerala? I'm coming to India, but to northern India. You are going to Kasol? Are you going to Kasol, Dharamshala? Yeah. No to Kerala? Come Not to this Kerala. time. Come. You should come, Too hot, I think. We had Jews in Kerala before European side, I mean, we have like big Jew history. Jewish history, yeah. That is- And in, Nevatim? Yes. In Nevatim, we have like a Cochin Jews, I mean Kerala Jews. Cochini. Cochini and I have the same blood, I have a relative. Yeah. You have relative. Yeah, that's The best journey യാത്ര ആരംഭിക്കുകയാണ്. ഹലോ. അങ്ങനെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബസ്. ഹലോ.
ഇത് 2-3 ഞാൻ നേരത്തെ കണ്ട ഇസ്രായേലിലുള്ള അവർ ആക്ച്വലി ഈ ബസ്സിലല്ല കേട്ടോ പോകുന്നത്. അവർ പോകുന്നത് വേറെ ഏതോ ഭാഗത്താണ്. അപ്പം ഞാൻ ഈ ബസ്സിലാണ്. ഈ കാണുന്നത് നമ്മുടെ സ്ലീപ്പർ ബസ്സാണ് കേട്ടോ. അയ്യോ, ഞാനിനി നമ്മുടെ ബസ്സിൻ്റെ അകത്തോട്ട് കയറുവാണ്. ഇവിടെ നിന്ന് ചെരുപ്പൊക്കെ ഊരണമല്ലോ. ചെരുപ്പ് ഊരിയിട്ട് പുള്ളി ഒരു കവർ തരും കേട്ടോ, അതിലിടണം. ഓക്കെ, നമുക്ക് എന്നിട്ട് അതിൻ്റെ അങ്ങോട്ട് പോകാം കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ബെഡ് ടൈപ്പ് കേട്ടോ. കൊള്ളാമല്ലോ സംഭവം. ഇവിടെ കുറേ ഓക്കെ ഓക്കെ വേണ്ടേ. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നടുക്കുണ്ട് കേട്ടോ, നടുക്കൊരു ബെഡ്. പിന്നെ അതാണ്ട് അങ്ങറ്റം. ഓ അടിപൊളി കേട്ടോ. പുറകിൽ അങ്ങനെ പല ഭാഗത്തായിട്ട് ഈ കാണുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ആക്ച്വലി നടുക്കും ഫ്രണ്ടിലെ ഇവിടെ നമുക്ക് കുറച്ച് പിന്നെ ചാർജ് വെക്കാനുള്ള ഓപ്ഷൻസ്, കുറച്ച് വെള്ളം എന്തെങ്കിലുമൊക്കെ വെച്ചിക്കാനുള്ള ഓപ്ഷൻസ് കൊള്ളാം കേട്ടോ. ചെറിയ ഇത് കേട്ടോ സംഭവം. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം ഭയങ്കര കംഫർട്ടല്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അടിപൊളി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിടക്കാം. ഇംഗ്ലീഷ്. ഞാനിവിടെ കുറച്ച് ചൈനക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ചൈനക്കാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ ഇവിടെ സംസാരിക്കുകയാണ്. മിൻസ് Zilion, Minzi. My name is 郭靖。 Coaching. Yeah. Nice to meet you. 我喜欢中国。我也很喜欢你们那边。啊，谢谢。喜欢你们那边。 Nice to meet you too。 Oh. 对，nice to meet you too。 ഇവരുടെ ഇംഗ്ലീഷ് വളരെ എന്തോ പറഞ്ഞു. Xinjiang is very large. We Chinese ourselves like to travel. Yeah, Xinjiang very good, very big. Yeah. Yeah yeah。知道。 Woman. 中国。 重庆，我看到了。 重庆、昆明。美丽。 Hello。 美丽。 language like a country Yeah. is different. Let me Belgium, I think they have like different name probably Yeah, in yeah. Chinese language. Yeah. It's the same in Vietnam. They Yeah, say exactly. they I think they're Belishi. I also think like Okay. now I know because I was gonna check with the other hotel as well and then I wanted to Yeah, it's true. Maybe next time. Yeah, for a second. ഞാൻ അവസാനം ബസ്സിൽ കയറി കുറേ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ തൊട്ടടുത്തുള്ള കമ്പാർട്ട്മെൻറ്റിലൊക്കെ കമ്പനിയൊക്കെ ഉണ്ട്. കൊള്ളാം കേട്ടോ. എനിക്ക് ആക്ച്വലി ബസ് ഡ്രൈവിങ് ഇഷ്ടപ്പെട്ടു. ഇവിടെ നമുക്ക് ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അവരെണീറ്റു. നമുക്കൊരു അരമണിക്കൂർ നമുക്ക് ബ്രേക്ക് തന്നിട്ടാണ് കേട്ടോ. ആ ബ്രേക്കിൽ നമുക്ക് എവിടെയെങ്കിലും പോവാം, പുറത്തോട്ടൊക്കെ ഇരിക്കാം. എന്താണ്ടേ ഈ ബസ്സിൽ ഫുൾ ആൾക്കാർ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ബസ്സിൽ ഫുൾ ആൾക്കാരാണ്. ഇതാണ് കേട്ടോ സംഭവം. അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ വേണ്ടി വേറെ ചെരുപ്പ്, നമ്മുടെ ഷൂസ് കൊണ്ടുവരണം കേട്ടോ. ചെരുപ്പ് വരെ അവർ തന്നിട്ടുണ്ട്. പക്ഷെ മണക്കൂസ് ചെരുപ്പാണ് കേട്ടോ. ഈ കാണുന്ന ബസ്സിലാണ് കേട്ടോ. അത്യാവശ്യം ലക്ഷറി അല്ല, പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ് ഭാഗങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നമ്മുടെ വാഷ്റൂമാണ് കേട്ടോ. ഈ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് വാഷ്റൂമാണ് കേട്ടോ. ഇവിടെ ഇവരുടെ കമ്പനിയുടെ തന്നെ, ഇവരുടെ കമ്പനിയോ വേറെ ഏതോ കമ്പനിയാണെന്ന് കേട്ടോ. അവരുടെ ബസ്സുകൾ നമുക്കിവിടെ കാണാനും സാധിക്കും. നല്ല രസമുണ്ട് കേട്ടോ. കറക്റ്റ് ഇന്ത്യയിലെത്തിയല്ലോ കേട്ടോ. ഭയങ്കര മാറ്റം. എൻ്റെ അമ്മോ, നല്ല മാറ്റം കേട്ടോ. ഇവിടെ നമുക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഏകദേശം 30 മിനിറ്റ് ബ്രേക്ക് എന്തോ ഉള്ളത്. റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇവരുടെ വിയറ്റ്നാമീസ് ഭക്ഷണങ്ങൾ സംഭവങ്ങളൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇവിടെ കുറേ ബസ്സുകളുണ്ട് കേട്ടോ. ഇവിടെ ഫ്രണ്ടിലായിട്ട് കുറേ ബസ്സുകൾ ഇങ്ങനെ അടുക്കി നിർത്തിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ നമ്മുടെ ബസ് മാത്രമാണ് കേട്ടോ. നമ്മുടെ ബസ് മാത്രമല്ല ആക്ച്വലി, കുറേ ബസ്സുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലൊക്കെ നമ്മൾ മണാലിയിലൊക്കെ പോകില്ലേ, അപ്പോഴീ ദാബോയിലൊക്കെ ബസ് നിർത്തിയിട്ടേക്കില്ലേ, ആ ഒരു ഫീൽ കേട്ടോ. അതാ ഇവിടെ മാങ്ങ, നമ്മുടെ ചക്ക. ഓ കൊള്ളാമല്ലോ. ഇവിടെ ഓരോ പല കമ്പനികളുടെ ബസ്സാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഞാൻ നേരത്തെ കണ്ടേ. ഹലോ
സർപ്രൈസ്. ഇവിടെയും നമ്മുടെ ദാബയൊക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരാൾ ടോർച്ച് അടിച്ച് കിടക്കൂലേ, അതുപോലെ ഇവിടെയും ഒരു വ്യക്തിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇസ്രായേലുകാർ വേറെ സ്ഥലത്തോട്ടാണ് പോകുന്നത്, പക്ഷേ നമ്മുടെ റൂട്ട് തന്നെയാണ്. അതുകൊണ്ട് താണ്ട് ഇവിടെ ബസ് ഉണ്ടായിരുന്നു. നമ്മുടെ ചൈനക്കാരൊക്കെ പുറത്തിറങ്ങി. ചൈനക്കാർ എപ്പോൾ കണ്ടാലും സിഗരറ്റ് വലിക്കൊക്കെ കാണാം കേട്ടോ ഇവരുടെ ജോലി. മാ നമ്മുടെ ഇവിടുത്തെ രംഗണ്ണനാണ് കേട്ടോ. ഫുള്ള് ഗോൾഡ്. ഇറ്റ്സ് ഒറിജിനൽ ഗോൾഡ്. ആർ യു ഷുവർ? I take it. Agasho, huh? You think it's original gold? You give me gift. I take it gift. No? You're trying to get his necklace? Yeah, I'm just I'm asking, is it true, you know? ഇതുപോലുള്ള എല്ലാ ബസ്സുകളും ഇതാ കൊണ്ടുവന്ന് അവർ ഹൈവേയിൽ ഇതുപോലെ കൊണ്ട് നിർത്തും കേട്ടോ. ഈ 3 ബസ് നമ്മൾ തന്നെയാണ് കേട്ടോ. എനിക്കൊന്ന് ഈ സെയിം കമ്പനിക്കാർ ഇവിടെയാണ്, ഒരു കടയിലാണ് കേട്ടോ. അവർക്ക് കമ്മീഷനും കിട്ടുന്ന പരിപാടി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ നമ്മുടെ ബസ്സിലോട്ട് തിരിച്ച് കയറിയിട്ടുണ്ട്. ഞെരുങ്ങി പോകണം കേട്ടോ, അത് മാത്രമേ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ് കേട്ടോ. ആരൊക്കെ എൻ്റെ സൗണ്ട് കേട്ട് തുറന്ന് നോക്കുകയാണ് കേട്ടോ. ആരാണ് ഈ സംസാരിച്ച് വരുന്നതെന്നാണ് ആൾക്കാർ നോക്കുന്നത്. എന്നിട്ട് അപ്പുറത്തുള്ള എൻ്റെ കോ പാസഞ്ചർ പറയാണ് ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഐ ആം ജസ്റ്റ് ടെല്ലിംഗ് പീപ്പിൾ ദാറ്റ് മൈ കോ പാസഞ്ചർ ഈസ് സേയിങ് ദാറ്റ് ഷെയറിംഗ് ഈസ് കെയറിംഗ്. കാരണം ഞാൻ എന്ത് ചെയ്തെന്നോ, എൻ്റെ കയ്യിൽ പ്ലമ്മും ലിച്ചും ഉണ്ടായിരുന്നു. ഞാനിതിവിടെ ഉള്ള എല്ലാവർക്കും 2 വെച്ച് കൊടുത്തു കേട്ടോ, 4-5 പേർക്ക്. അപ്പം ഞാനിത് കൊടുത്ത കണ്ടുകൊണ്ട് എൻ്റെ അടുത്തുള്ള ആൾ എനിക്ക് അവൾ ഇത് തന്നു കേട്ടോ. താങ്ക് യു. എന്നിട്ട് പറയാണ് ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്ന് കേട്ടോ. നല്ല തണുപ്പ് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ആക്ച്വലി ബസ് ജേണി നമ്മൾ കമ്പനി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല സംസാരിച്ച് പോകാൻ നല്ല രസമാണ്. ഇവിടെ കുറേ റഷ്യക്കാർ, കുറേ വിയറ്റ്നാമീസുകാർ, കുറച്ച് യൂറോപ്യൻസ്, ചൈനയിൽ നിന്ന് വന്ന ആൾക്കാർ കുറേ പേരുണ്ട് കേട്ടോ. പല ഭാഗങ്ങളിൽ നിന്ന് പല ഒരു ഇൻ്റർനാഷണൽ ഇതൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് തരാം. ശേഷേ ഓക്കെ യാ ഐ ഗിവ്. ഓക്കെ, ദിസ് ഈസ് ഫോർ യു. They gave. പന്നിയാണോ നോക്കണം കേട്ടോ. ഹലോ. നമ്മുടെ ബസ്സിൻ്റെ പുറത്ത് നിന്ന് കുട്ടികളൊക്കെ അവർക്ക് പുറത്തുനിന്ന് നല്ലോണം കാണാൻ കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ കൈകാട്ടി ആക്കുവാണ് കേട്ടോ. കുറേ പേര് ഇതുകൊണ്ട് ബസ് കയറാൻ വേണ്ടി നിർത്തുവാണ് കേട്ടോ. ഹായ്. ഞാൻ ബസ് എടുത്തു കേട്ടോ. കൊച്ചു കുട്ടികളാട്ടോ കുറേ പേര് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. വണ്ടി ഇതൊക്കെ ഫുള്ളായിട്ടില്ല കേട്ടോ. ഞാൻ കുറേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണമെല്ലാം അവർക്ക് കൊടുത്തു. ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നാളെ രാവിലെ 10 മണിക്കാണ് കേട്ടോ എത്തുന്നത്. 16 മണിക്കൂർ ജേണിയാണ്. അവസാനം രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏതൊക്കെ പുഴയൊക്കെ ക്രോസ് ചെയ്തതാണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദനാങ് എത്തിക്കാണില്ല കേട്ടോ. ദനാങ് കുറേ സമയം എടുക്കും. നമുക്കിത് അടയ്ക്കാം ഇങ്ങനെ. എന്നാൽ ഒരു പ്രശ്നമല്ല, ഒരു ലൈറ്റും ആരെയും ആക്കണ്ട, നല്ലപോലെ കിടന്നുറങ്ങാം. കിടന്നുറങ്ങി രാവിലെ 6 മണിക്കായപ്പോഴാണ് കേട്ടോ എണീറ്റത്. ആദ്യം രാവിലെ എണീറ്റാൽ മിനിമം ഒരു കുപ്പി ഇത്രയെങ്കിലും വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളം കുടിക്കട്ടെ. ഇവിടുത്തെ ഹോട്ടൽ ഏരിയകളാണ് കേട്ടോ ഈ കാണുന്നത്. ഹോട്ടലിൻ്റെ മുന്നിലുകളിലെല്ലാം ഇതുപോലുള്ള ബസ്സുകൾ നിർത്തിയിരിക്കുന്നത് കാണാം. കാരണം ഇവരെല്ലാവരും ഓരോ സ്ഥലങ്ങളിലോട്ട് പോകാനായിട്ട് ബസ് ഇവരുടെ ഹോട്ടലിൽ വന്ന് പിക്ക് ചെയ്യും കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു സംവിധാനം. ഇതാണ് കേട്ടോ. ഇതും ഒരു ടൂറിസ്റ്റ് ഏരിയയാണ്. പല ആളുകളും വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നതാണ് കേട്ടോ. രാവിലെ തന്നെ, രാവിലെ സമയം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. ഇത് നമ്മുടെ സിറ്റി സൈറ്റ് സീയിങ് ബസ്സൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. എനിക്കൊന്ന് നമ്മുടെ ബസ് ഇവിടെ ബ്രേക്ക് ചെയ്ത് നിർത്തുവാണെന്ന് തോന്നുന്നു. ഒരു 5 മിനിറ്റത്തേക്ക് എന്തോ. ഞാൻ നമ്മുടെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ബാഗ് എവിടെ പോയാന്ന് കേട്ടോ. എൻ്റെ ബാഗ് ഇവിടെ ഒന്നും ഇല്ലേ? കാണാനില്ലല്ലോ. എൻ്റെ ബാഗ് ഒന്നും കാണാനില്ല കേട്ടോ. അറിയില്ല എവിടെയെന്ന്.